ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുവിന്റെ കാവ്യപ്രപഞ്ചത്തിലെ ദീപഗോപുരമാണ് അനുകമ്പാ ദശകം എന്ന കൃതി. ഭൂമിയിൽ ഏകദേശം 87 ലക്ഷം ജീവിവർഗങ്ങളുള്ളതിൽ വിശേഷ ബുദ്ധി നൽകി ഈശ്വരൻ അനുഗ്രഹിച്ച് ജന്മം നൽകിയ വർഗമാണ് മനുഷ്യവർഗം. അപ്രകാരം മനുഷ്യ ജന്മം ലഭിച്ചവർ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഉജ്ജ്വല സൃഷ്ടിയാണ് അനുകമ്പാ ദശകം. മനുഷ്യ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് അനുസന്ധാനം ചെയ്യേണ്ട അനുകമ്പ എന്ന മഹത്തായ ഗുണത്തെ മനുഷ്യൻ മാനവരാശിയിലേക്ക് മംഗളം പകരുമാറ് വിശദമാക്കി തരുന്ന ജീവശാസ്ത്രം കൂടിയാണ് ഗുരുകാരുണ്യത്താൽ നമുക്ക് കരഗതമായ അനുകമ്പാ ദശകം. 1914 രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ കൃതി വിയോഗിനി എന്ന വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജാതിഭേദങ്ങളും മതദ്വേഷങ്ങളും കൊണ്ട് മലീമസമായ സമൂഹാന്തരീക്ഷത്തിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി പ്രകാശം ചൊരിഞ്ഞ് ജ്ഞാനമാർഗത്തിലേക്ക് മാനവരാശിയെ കൈപിടിച്ചാനയിക്കുന്ന കരുണാരസം തുളുമ്പുന്ന അനുകമ്പാ ദശകത്തിന്റെ ആദ്യ ശ്ലോകം. ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. അല്ലയോ കരുണാനിധിയായ ഭഗവാനെ, ഒരു ഉറുമ്പിന് പോലും എന്നാൽ ഒരു ഉപദ്രവവും വരുത്തരുത് എന്ന ചിന്ത ഉളവാക്കുന്ന അനുകമ്പയും അവിടുത്തെ ദിവ്യരൂപം എന്നുള്ളിൽ നിന്ന് വിട്ടുപോകാത്ത ചിന്തയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. കാരുണ്യത്തിന്റെ ഇരിപ്പിടമായ ഭഗവാനെ അനുഭവിച്ചറിയാനുള്ള അരങ്ങൊരുക്കുകയാണ്. നിരന്തരമായ ആത്മസമർപ്പണത്തോടെയുള്ള കാരുണ്യ പരിശീലനമാണ് ഗുരുദേവൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇത് ഭക്തി തന്നെയാണ്. 2ാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറഞ്ഞു തരുന്നത് അനുകമ്പ ആനന്ദത്തിനും അനുകമ്പാരാഹിത്യം ദുഃഖത്തിനും കാരണമാകും എന്നുകൂടിയാണ്. അനുകമ്പയില്ലാത്തത് കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് ഒരുവൻ അനുകമ്പയില്ലാതെ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു തരുന്നു. 3ാം ശ്ലോകം. അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം, അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. യഥാർത്ഥ ജ്ഞാനം അനുകമ്പയ്ക്കും അത് ആനന്ദത്തിനും കാരണമാകും എന്ന് പറഞ്ഞു തരുന്ന ഈ ശ്ലോകം വളരെ പ്രശസ്തമാണ്. 9 അക്ഷരങ്ങളുള്ള മഹാമന്ത്രം ഗുരുദേവൻ ലോകത്തിന് സമർപ്പിക്കുന്നത് കരഗതമായ ജീവിതം ധന്യമാക്കി തീർക്കുവാനുള്ള ഔഷധം കൂടിയായിട്ടാണ്. അരുൾ, അൻപ്, അനുകമ്പ ഇവ മൂന്നിന്റെയും മഹാതത്വം ഒന്ന് തന്നെയെന്നും പറഞ്ഞു തരുന്നു. ഇത് ഒരു ജീവിയെ സംസാര സാഗരത്തിന്റെ മറുകരയ്ക്കെത്തിക്കുന്നു. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി മന്ത്രം സദാ ജപിച്ച് ജീവിതം ധന്യമാക്കി തീർക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. 4ാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് അരുളില്ലാത്തൊരാൾ, കാരുണ്യമില്ലാത്തൊരാൾ അസ്ഥി, തോൽ, സിര എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട നാറുന്ന ശരീരം മാത്രമാണെന്നാണ്. ഇയാൾ മരുഭൂമിയിൽ ഉണ്ടെന്ന് കരുതുന്ന ജലത്തിന് സമമാണ്. കായോ സുഗന്ധമോ നൽകാത്ത പുഷ്പസമാനൻ. അതുകൊണ്ട് സദാ കാരുണ്യമുള്ളവനായി ഇരിക്കുവാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ മാത്രമാണ് നാം നല്ലൊരു മനുഷ്യനാകുക. 5ാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് അനുകമ്പ അറിവ് പോലെ വികാരരഹിതവും നിത്യവുമാണെന്നാണ്. ഒരു വസ്തു നേരിടുന്ന, ഉണ്ടായി നിലനിന്ന് മറയുന്ന 6 വികാരങ്ങൾ ഇവയ്ക്ക് ബാധകമല്ല. ഇവയ്ക്ക് നേരായുള്ളത് അറിവ് മാത്രമാണ്. അനുകമ്പയാണ്ട ഒരാളുടെ ശരീരം പോയാലും കീർത്തിയായ ശരീരം എടുത്ത് അനുഗസ്ഥിരമായി വർത്തിക്കും എന്നും പറഞ്ഞു തരുന്നു. 6ാം ശ്ലോകത്തിൽ ഗുരുദേവൻ അനുകമ്പാമൂർത്തികളായ മഹാരഥന്മാരെ അണിനിരത്തി കാരുണ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും മഹത്വം വിശദീകരിക്കുകയാണ്. ഈ അനുകമ്പയാണ്ടൊരാൾ പരമമായ സത്യം പറഞ്ഞു തന്ന് തേർതെളിച്ച് ശ്രീകൃഷ്ണനാണോ, അതോ സഹജീവി സ്നേഹത്തിന്റെയും ക്ഷമയുടെയും കടലായ ശ്രീ ബുദ്ധനാണോ, അതോ അദ്വൈത സിദ്ധാന്തത്തിന് ലളിത ഭാഷ്യം നൽകിയ ശങ്കരാചാര്യരാണോ? ഇവരെ എല്ലാവരും ഒരു അനുകമ്പയാണ്ടയാൾ ഇവരെ പോലെ സത്യമറിഞ്ഞ് മഹത്വം നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു തരികയാണ്. 7ാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് അനുകമ്പയാണ്ടൊരാൾ മനുഷ്യരൂപം സ്വീകരിച്ച് ദൈവം തന്നെയല്ലേ എന്നാണ്. അതോ മനുഷ്യരൂപം ധരിച്ച് ധർമ്മമാണോ, അതോ ദൈവത്തിന്റെ പരിശുദ്ധ പുത്രനായ യേശു ക്രിസ്തുവോ, അതോ മുത്തുനബി രത്നമോ? ചോദ്യരൂപത്തിൽ ചോദിക്കുന്നു എങ്കിലും ഇവരെ എല്ലാവരെയും അനുകമ്പാശാലികൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. 8ാം ശ്ലോകത്തിൽ ഗുരുദേവൻ മഹാത്ഭുതങ്ങൾ കാണിക്കുന്ന
സിദ്ധിവിശേഷങ്ങൾ കൈമുതലായുള്ള മഹാസിദ്ധന്മാരെ അനുകമ്പാശാലികൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരുന്നു. 9-ാം ശ്ലോകത്തിലും മഹാസിദ്ധന്മാരായ മാണിക്യവാചകരെയും സുന്ദരമൂർത്തി നയിനാരെ പോലുള്ളവരെയും ജീവകാരുണ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ഉദാഹരണമായി കാണിച്ചു തരുന്നു. അനുകമ്പയുള്ള ഒരാൾ ഇവരെ പോലെ സത്യമറിഞ്ഞ് മഹത്വം നേടുമെന്നും പറഞ്ഞു തരുന്നു. ഒരു അനുകമ്പയാണ്ടയാൾ ഭക്തിയിലും ജ്ഞാനത്തിലും ഒട്ടും പിന്നിലല്ല എന്നും പറഞ്ഞു തരികയാണ്. 10-ാം ശ്ലോകം. നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ പരമാത്ഭുതദാന ദേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ. മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്ന ദേവലോകത്തെ പശുവായ കാമധേനുവിനെ ഇവിടെ അനുകമ്പയാണ്ട ഒരാൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരികയാണ് ഗുരുദേവൻ. ഇത് ഏറെ അത്ഭുതകരമാം വിധം ദാനശീലങ്ങൾ നിർവഹിക്കുന്ന കൽപ്പവൃക്ഷത്തോടും ഉപമിക്കുകയാണ്. എല്ലാ ആഗമങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും പൊരുൾ ഒന്ന് തന്നെ എന്ന് പറഞ്ഞു തരുന്ന ഫലശ്രുതിയോടുകൂടി അനുകമ്പാദശകം എന്ന ശ്ലോകം എന്ന കൃതി അവസാനിപ്പിക്കുകയാണ്. നന്ദി.